ഹായ് മക്കളെ, എവിടെ എല്ലാവരും? ഇന്നെന്താ ഗാന്ധി ജയന്തി. ടുഡേ ഈസ് ഗാന്ധി ജയന്തി, ദ ഡേ ഗാന്ധിജി വാസ് ബോൺ. എന്താണ് ഗാന്ധി ജയന്തിക്ക് ഇത്ര വലിയ പ്രത്യേകത അല്ലേ? എന്താ ഞങ്ങൾക്കിപ്പോൾ അത് പഠിക്കാനുള്ളത്? ഞങ്ങൾ വലിയ ക്ലാസ്സിലൊന്നുമില്ലല്ലോ, ഞങ്ങൾ കുഞ്ഞു മക്കളല്ലേ അല്ലേ? അങ്ങനെ പറയുമ്പോൾ എന്താണ് ഗാന്ധിജി? ആരാണ് ഗാന്ധിജി? എന്തിനാണ് ഗാന്ധിജി നമ്മൾ ഇത്രമാത്രം ഒരാഘോഷം പോലെ, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു പാട്ട് പാടാനും ഒരു സ്പീച്ച് പറയാൻ വേണ്ടിയിട്ടൊക്കെ നടത്തുന്നൊരു കാര്യം? എന്താണ് ഗാന്ധിജിക്ക് ഇത്രമാത്രം പ്രത്യേകത? കുഞ്ഞു മക്കൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അഹിംസ എന്നും അതേമാതിരി നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാവണമെങ്കിൽ അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ കളിക്കില്ലേ, നമ്മളെ ബ്രേക്ക് ടൈമിലൊക്കെ കളിക്കില്ലേ, കളിക്കുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടീനെ വേറൊരു കുട്ടി ഉന്തിയിട്ടു, അല്ലെങ്കിൽ തള്ളി, അല്ലെങ്കിൽ കളിക്കാൻ കൂട്ടിയില്ല. ഇതൊക്കെയല്ലേ നമ്മളെ ക്ലാസ്സിലും സ്കൂളിലൊക്കെ നടക്കാറുള്ളത്. LKG UKG കുട്ടികളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്, പ്രീ സ്കൂൾ കുട്ടികളുടെ കാര്യം. അപ്പോൾ അവർക്ക് നമ്മൾ എന്താ ചെയ്തു കൊടുക്കുക? അവരോട് നമ്മൾ എന്താ പറയുക? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവർക്ക് വിഷമാവൂലേ, അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. ഇതാണ് ഗാന്ധിജി പറഞ്ഞു തന്നിട്ടുള്ളത്. ഗാന്ധിജി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ തിരിച്ച് ഹേർട്ട് ചെയ്യാൻ പാടില്ല. നല്ലൊരു കാര്യമല്ലേ? പിന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? എന്തെങ്കിലും റോങ് ആയിട്ട് സംഗതി കാണുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടത് ചിരിച്ചിട്ടാണ്. ഇപ്പോൾ ക്ലാസ്സിൽ ആരെങ്കിലും പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞോട് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ലേ? ഗാന്ധിജി പറഞ്ഞത് അവിടെ എന്താ? ദേഷ്യം പിടിക്കരുത്. നമുക്ക് ആളറിയാമെങ്കിലും നമ്മൾ അവരോടൊന്നും പറയാൻ പാടില്ല, ചിരിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പോൾ അവർക്ക് തോന്നും, അയ്യോ എന്നോട് ഇവനൊന്നും ചറിഞ്ഞില്ലല്ലോ, ഇവൻ്റെ സാധനം ഞാൻ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാമല്ലേ എന്ന് അവനക്ക് തോന്നും. അപ്പോൾ ഗാന്ധിജി പറയുന്നത് എന്താ? അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനാവണത്. അതിന് പകരം നമ്മൾ അവരോട് ദേഷ്യം പിടിച്ച് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഇവനാണ് എൻ്റെ സാധനം എടുത്തെന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാക്കും. നമ്മളങ്ങനെ ആരും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മൾ കുഞ്ഞു കുഞ്ഞു വാവകളല്ലേ അല്ലേ? അതേപോലെ നമ്മൾ ഈ കച്ചറൊക്കെ വേസ്റ്റൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ബിറ്റ്സ് ഓഫ് പേപ്പർ ലൈങ് ഓൺ ദ ഫ്ലോർ, lying on the floor makes the place untidy, pick them up. ഈ പാട്ട് നമ്മൾ പഠിച്ചത് എന്തിനാ? നമ്മുടെ ഏരിയ ക്ലീൻ ആൻഡ് നീറ്റായിരിക്കാൻ വേണ്ടി അല്ലേ? അപ്പം നമ്മുടെ ഏരിയ ക്ലീൻ ആൻഡ് നീറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പറയൂ, എന്ത് ചെയ്യണം? നമ്മളവിടെ കച്ചറയാക്കാതെ കച്ചറയൊക്കെ എടുത്ത് വേസ്റ്റിൽ കൊണ്ടിടണം അല്ലേ? അതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പരിസരം ശുദ്ധീകരിക്കണം, വൃത്തിയാക്കണം. നമ്മുടെ കാക്കൊക്കെ ചെയ്യാറില്ലേ? കാക്ക എന്താ ചെയ്യാറുള്ളത്? കാക്ക എല്ലാ വേസ്റ്റും എടുത്തിട്ട് മാറ്റിക്കളയും. അതേമാതിരി നമ്മുടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ കുറേ അങ്കിൾമാരൊക്കെ ഉണ്ട്, അവർ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വരുന്നവരൊക്കെ. നമ്മുടെ ആശാ വർക്കേഴ്സ് കാണാറില്ലേ? അവരെങ്ങനെയാണ് ചെയ്യാറുള്ളത്? അവർ നമ്മളൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും സാധനങ്ങളൊക്കെ അവരതെടുത്തിട്ട് കളയണ കണ്ടില്ലേ? അതെന്തിനാണ് അവരങ്ങനെ ചെയ്യണത്? നമുക്ക് അത് കത്തിച്ച് കളയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാനാണ്? നമുക്കത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും വേറെ ഒരു ഉപകാരമുള്ളൊരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അല്ലേ? അപ്പം ഇതൊക്കെയാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കുഞ്ഞു മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ ക്ലാസ്സിലാവുമ്പോൾ വേറെ വലിയ കാര്യങ്ങൾ പഠിക്കും. ഇതിപ്പോൾ കുഞ്ഞു മക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഗാന്ധി അപ്പൂപ്പൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? കുട്ടികളാണ് നാളത്തെ ഭാവി, അവരെ നന്നായി പഠിപ്പിക്കണം. അവരെങ്ങനെ പഠിപ്പിക്കണം? ഇതുപോലത്തെ കാര്യങ്ങൾ. ദേഷ്യം പിടിക്കാൻ പാടില്ല, നമ്മുടെ കയ്യിൽ നമ്മൾ ഷെയർ ചെയ്യണം, ഇല്ലാത്തവർക്ക് കൊടുക്കണം, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് മക്കളെ നമ്മൾ പഠിക്കേണ്ടത്. ഗാന്ധിജി ജനിച്ച ദിവസം എന്നാണ് ഓർത്ത് വെക്കലും, ഗാന്ധിജി എവിടെയാണ് ജനിച്ചതും ഗാന്ധിജിയുടെ ആശ്രമത്തിൻ്റെ പേരെന്താണെന്നും കുഞ്ഞു മക്കളൊന്ന് മനസ്സിലാക്കിയിട്ടും പഠിച്ചിട്ടും കാര്യമില്ല എന്നല്ല, അത് കാര്യമുണ്ടാവും GKക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. പക്ഷേ ഗാന്ധി ആരാന്നറിയണമെങ്കിൽ ആദ്യം ഗാന്ധിജി സഞ്ചരിച്ച വഴിയിൽ കൂടെ നമ്മളും ഒന്ന് യാത്ര തുടങ്ങണം, കുഞ്ഞു മക്കളെ പോയിട്ട്. രഘുപതി രാഘവ രാജാരാം പതീത പാവന സീതാരാം ഈശ്വർ അല്ലാ തേരോ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ.
എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്നാണ് ഗാന്ധിജി പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടാവില്ല, നമ്മളത് പ്രവൃത്തിയിലും കാണിക്കണം. താങ്ക് യു. ദിസ് ഇസ് സെലീന, ലേണിംഗ് മൈൻഡ്സ് പ്രിൻസിപ്പൽ, സൈനിങ് ഓഫ്. താങ്ക് യു.